ഞാനിപ്പോൾ തിരക്കിലാണ്. കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. അതിനെപ്പറ്റി നാളെ സംസാരിക്കാം. നമ്മൾ റെഗുലർ ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസസ് അല്ലേ? ഇതിനൊക്കെ എങ്ങനെ ഇംഗ്ലീഷിലോട്ടേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ തിരക്കിലാണെന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ? ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ. ഇപ്പോൾ നൗ അല്ലെങ്കിൽ റൈറ്റ് നൗ എന്ന് യൂസ് ചെയ്യാം. തിരക്കിലാണെന്നുള്ളതിന് നമ്മൾ പൊതുവെ ബിസി ആണ്. നമ്മൾ തിരക്കിലാണെന്ന് പോലും യൂസ് ചെയ്യില്ല. ബിസി ആണെന്ന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ ബിസി അതാണ്. ഇനി ഇതിനെ ഒന്നിച്ച് എഴുതുമ്പോൾ നമുക്കൊരു സെന്റൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ തിരക്കിലാണ്. I am busy right now. I am busy right now. അല്ലെങ്കിൽ I am busy now ആണെങ്കിൽ കറക്റ്റ് ആണ്. തിരക്കിലാണ് ഞാനിങ്ങനെ ആണെന്ന് വന്നതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഐന്റെ കൂടെ ആം യൂസ് ചെയ്തത്. ഞാനിപ്പോൾ തിരക്കിലാണ്. I am busy right now. കുറച്ച് കഴിഞ്ഞ് വിളിക്കാം അല്ലെങ്കിൽ പിന്നീട് വിളിക്കാം എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? എല്ലാവരും ഫോൺ ചെയ്യുമ്പോൾ പറയുന്ന കാര്യം തന്നെ ആയതെന്ന് നമുക്ക് അറിയുന്നതായിരിക്കും. കുറച്ച് കഴിഞ്ഞ് വിളിക്കാം അല്ലെങ്കിൽ പിന്നീട് വിളിക്കാം എന്നുള്ളതിന് നമ്മൾ ഐ വിൽ കോൾ യു ലേറ്റർ. ഇവിടെ ഇപ്പൊ കുറച്ച് എന്നുള്ളതുകൊണ്ട് ഐ വിൽ കോൾ യു a little later എന്ന് പറയാം. ഐ വിൽ കോൾ യു a little later. കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. അതിനെപ്പറ്റി നാളെ സംസാരിക്കാം എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? ഇവിടെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ എന്ന് പറയുന്നതിന് നമ്മൾ എന്താ പറയാ? ടുമോറോ. നാളെ എന്ന് പറഞ്ഞാൽ ടുമോറോ. അതിനെ പറ്റി എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ ഇംഗ്ലീഷില്? അബൌട്ട് ദാറ്റ്. സംസാരിക്കാം എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ? രണ്ടുപേരുള്ള സംസാരമല്ലേ. ഒരു ഫോൺ കോൾ എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രമായിരിക്കില്ല, രണ്ടാൾക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ ടോക്ക് എന്നാ പറയാ. ടോക്ക്. ഇപ്പൊ നമുക്ക് ഈ ഒരു സെന്റൻസിലുള്ള വേർഡ്സിനെ ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ കിട്ടി. ഇതിനെങ്ങനെ ഒരു സെന്റൻസിലോട്ടേക്ക് മാറ്റാന്നുള്ളത് നിങ്ങൾ പഠിച്ച് കണ്ടുപിടിച്ച് കമന്റ് ഡൗൺ ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്കും ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. ഓരോ വേർഡ്സിന്റെ മീനിങ് ഒക്കെ മനസ്സിലാക്കി സെന്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഗ്രാമർ ഒക്കെ യൂസ് ചെയ്ത് എങ്ങനെ കറക്റ്റ് ആയിട്ട് സെന്റൻസ് മേക്ക് ചെയ്യാന്നൊക്കെ. അതിനൊരു പേഴ്സണൽ ട്രെയിനറിന്റെ സഹായം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. അത്തരത്തിലുള്ള കോഴ്സസ് ആണ് നമ്മൾ ഇംഗ്ലീഷ് മിത്രയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ കോഴ്സിൽ ജോയിൻ ചെയ്യാനോ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു. English Mitra. Stop worrying, start learning.